ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ട് പോകുന്നുണ്ട്. റമളാന് 5ഉം 6ഉം ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നലെ റമളാന് 6ൻ്റെ അന്ന് ഇക്ക തിരിച്ചു പോയി ഗൾഫിലേക്ക്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ ഇക്കാനോട് പറഞ്ഞു നമുക്ക് ബീച്ചിലൊന്ന് പോയിടുക, എന്നിട്ട് അവിടെ പോയിട്ട് ഒന്ന് നോമ്പ് പറക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഉച്ചൻ്റെ സമയത്താണ് ആ തീരുമാനം എടുത്തത്. തലേ ദിവസം ഇന്നലെ റമളാൻ 5ൻ്റെ അന്ന്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ധൃതിയിൽ പിടിച്ചിട്ടുള്ള ഒരു കുക്കിങ്ങും നോമ്പ് പറക്കാൻ പോക്കും ഒക്കെ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മോമോസാണ്. അപ്പോൾ മോമോസിന് ഒരു 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ടൊന്ന് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒരു 2 വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫാക്കിയിടാം. പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് മന്തിയാണ്. അതിനായിട്ട് ഞാൻ അരി കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഒരു 2 നാഴി അങ്ങനെ നമ്മളൊരു 1.5 കിലോനോളം ഞാൻ അരി കുതിർക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. അതേപോലെ ഒരു 1.5 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് ഈ രീതിക്ക് ഉണ്ടാക്കിയാലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ സ്ഥിരമായിട്ട് മന്തി ഉണ്ടാക്കട്ടെ, വേറെ വ്യത്യാസമൊന്നും ഉണ്ടാക്കലില്ല. പിന്നെ അൽഫാം മന്തി ഉണ്ടാക്കലുണ്ട് ഇടയ്ക്ക്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഈ മന്തിനെ നമ്മൾ റെഡിയാക്കി എടുക്കലുണ്ട്. അപ്പോൾ കുറേ വീഡിയോസിൽ ഞാൻ മന്തി ഷെയർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ പിന്നെ നമുക്കൊരു കട്ടിലും ബെഡും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതും കൂടി വന്നിട്ട് നമുക്ക് സമയം കുറച്ച് ലേറ്റായി. പിന്നെ ഇന്ന് ഷെസ്വാൻ സോസ് ഇതാ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ മോമോസൊക്കെയുള്ള. അത് മോളാണ് റെഡിയാക്കുന്നത്. മോമോസ് നമ്മൾ ആവിയിൽ പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പൊരിച്ചിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇവിടെ മോമോസ് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഷെസ്വാൻ സോസും മോമോസൊക്കെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സോസ് അവളാണ് ഉണ്ടാക്കൽ. ഷെസ്വാൻ്റെ ഒരു ചുവന്ന ചട്നി ഉണ്ടല്ലോ, അത് അങ്ങനെ അവളാണ് ഉണ്ടാക്കൽ. പിന്നെ ഞാനപ്പോൾ മന്തിൻ്റെ പരിപാടികളൊക്കെ ഞാനും നോക്കുന്നുണ്ട്. അത് മന്തി സെറ്റായിട്ട് വേഗം കിട്ടുമല്ലോ നമുക്ക്. പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ മന്തിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മളെ ചിക്കന് വെന്ത് വന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളിതാ വലിയ ഉള്ളി, ക്യാപ്സിക്കം കൂടി ചോപ്പറിൽ നന്നായിട്ട് ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 1 സ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല, സോയാലും നമ്മൾ ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്താണല്ലോ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ സ്നാക്സ് ഉണ്ടാക്കണതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മോമോസാണ്. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ടിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ മാതിരി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നേരം നമ്മളങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം, മൈദ ആവുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. കുറച്ച് നന്നായിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം മാവ്. അങ്ങനെ നമ്മളത് ഇനി പരത്തിരിക്കണം, മോമോസ് ഉണ്ടാക്കുകയാണ്. അതിനിടയിൽ ഇക്ക വന്നിട്ട് ധൃതി കൂട്ടുന്നുണ്ട്. നമ്മൾ പോകാനുള്ളതല്ലേ എന്ന് കരുതിയിട്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് എടുത്ത് വെക്കാനും ഒക്കെ റെഡിയാക്കി വെക്കണമല്ലോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ ടൈം എടുക്കും. പിന്നെ അതിനിടയിൽ നമ്മൾ കട്ടിലും ബെഡും കൊടുന്ന് അത് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നപ്പോൾ അതിൻ്റെ കൂടെയും കുറച്ച് സമയം നിന്നു. അങ്ങനെ സമയം കുറച്ച് വൈകി. അങ്ങനെ ഞാനിത് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുക്കുമ്പോൾ മോള് വന്നിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മോമോസ് ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് അത് ഇഷ്ടമാണ്. അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും വന്നിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യലുണ്ട്. പിന്നെ പോകാനുള്ള ധൃതി ഉണ്ടല്ലോ, അങ്ങനെ അവൾ ഇതാക്കുന്നത് ഞാനിത് പരത്തിയിട്ട് ഇങ്ങനെ മാവ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി, റൗണ്ടിൽ ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടി, സിമ്പിളാണ്. പിന്നെ നമുക്ക് മറ്റുള്ളതിനെ പോലെ എണ്ണയിൽ പൊരിച്ചെടുക്കാതെ ഇത് ഉണ്ടാക്കാമല്ലോ. എണ്ണ പൊരിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം, അല്ലാതെ ഉണ്ടാക്കാം. പക്ഷേ ആവിയിലാവുമ്പോൾ നമുക്കൊന്നും കൂടി ഹെൽത്തി ആണല്ലോ, നമുക്ക് എണ്ണ കഴിയുന്നതും കുറക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആവിയിലുള്ള സ്നാക്സുകൾ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്.
2 ഷേപ്പുകളിൽ നമുക്ക് മോമോസ് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെച്ച് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പൂവടക്കൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, അതുപോലെ രണ്ടും കൂടി മടക്കി ക്ലോസ് ചെയ്തതിന് ശേഷം 2 തലയും പിടിച്ച് സിമ്പിളായിട്ടൊന്ന് അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മോമോസ് സിമ്പിളാക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കാൻ ധൃതി കൂടുമ്പോൾ ഈ ഷേപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, മറ്റേ ഷേപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോമോസ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. തണ്ണിമത്തന് ഇങ്ങനെ വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത് മന്തി എടുത്തിട്ടുണ്ടായിരുന്നു, മോമോസും അത്രയൊക്കെ തന്നെ സാധനങ്ങളുള്ളൂ കേട്ടോ. അതൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ടൈം വൈകിയ കാരണം കൊണ്ടുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുള്ള സാധനമൊക്കെ കിട്ടിയതൊക്കെ വലിച്ചെടുത്ത് പോയതാണ്. അങ്ങനെ നമ്മളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിലെത്തിയിട്ട് നമ്മൾ അപ്പോൾ നല്ല അങ്ങനെ സമയം 6 മണിൻ്റെ ആയിട്ടുണ്ട്. 6 മണി ആയ സമയത്താണ് ഞങ്ങളവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ വേഗം ഇരുട്ടാവുമല്ലോ, ബീച്ചിലാകുമ്പോൾ കുറേ സമയം വെളിച്ചമുണ്ടാവും. ബാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് നേരം ബാങ്ക് കൊടുക്കുന്ന വരെ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നിന്നു. വെള്ളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇറങ്ങുന്ന ആളാണ് ഞാൻ. എനിക്ക് കടലിലെത്തി എന്തായാലും ഇറങ്ങണം. എന്നിട്ട് എവിടെയെങ്കിലും പോയി വരുമ്പോഴൊക്കെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഡ്രസ്സ് നനഞ്ഞാലും പ്രശ്നമില്ലല്ലോ, പിന്നെ നമ്മൾ വണ്ടി കയറിയിരിക്കലാണ്. വെള്ളമൊക്കെ പോയതിന് ശേഷം വണ്ടിയിൽ കയറിയിരിക്കലാണ് നമ്മൾ. അങ്ങനെ എപ്പോൾ വന്നാലും ഞാൻ ഇറങ്ങലുണ്ട്. പക്ഷേ ഇപ്പോൾ നോമ്പായ കാരണം കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ചേട്ടാ. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയെന്നല്ലാതെ ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നോമ്പ് പറക്കാനൊക്കെ ഉള്ളതല്ല, അപ്പോൾ നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്ന് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഒരു ഷീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ പെട്ടെന്നായ കാരണം കൊണ്ട് ഒന്നും സെറ്റാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ പോകാമെന്നുള്ളതും പെട്ടെന്നാണ് തീരുമാനം ഉണ്ടായത്. നാളെ പോവാണെന്ന് പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ടിക്കറ്റ് ഇന്ന് എടുക്കുമെന്നും പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഇതിനിപ്പോൾ അപ്പോൾ ഇവരുണ്ടാകുമ്പോഴല്ലേ നമുക്കൊരു ഡ്രസ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നാണ് അതുണ്ടായത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ അങ്ങനെ നിന്ന്, ഒരു രാത്രി ഒരു 8:30 സമയം വരെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ. അപ്പം നല്ല തണുത്ത കാറ്റടിക്കും. നമുക്ക് വീട്ടിൽ നിന്ന് നോമ്പറക്കണേക്കാളും നല്ല രസമായിട്ട് അവിടുന്ന് നല്ല തണുത്ത കാറ്റടിച്ചിട്ട് ചൂടും കാര്യമൊന്നും ഉണ്ടാവില്ല. നല്ല സുഖമായിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് പോന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസമൊക്കെ പോണ ദിവസമാണ്. അങ്ങനെ രാവിലെ വേഗം പണികളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വേഗം നമ്മൾ ധൃതിയിൽ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇക്കാക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ബീഫ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കണം ഇനി ചെയ്യുന്നത്. ഒരു 2 കിലോൻ്റെ അടുത്ത് 1.5 കിലോ 1.25 കിലോനൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. അതിന് കുറച്ച് മല്ലിപ്പൊടി, ഒരു 3-4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 3 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ചിക്കൻ മസാല അല്ല മീറ്റ് മസാല, ഇറച്ചി മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത്, അങ്ങനെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണേ. അപ്പോൾ ഈ ഒരു ബീഫ് നമുക്ക് എത്ര ദിവസം ഇരുന്നാലും കേടുവരാത്തൊരു ബീഫാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഗൾഫിലേക്ക് കൊടുത്തയക്കുന്നത് ഈ രീതിക്കാണ്. അപ്പോൾ ഇത് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ബീഫ്. അങ്ങനെ അത് നന്നായിട്ട് ഞാൻ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇത് ബീഫ് കേടുവരാതിരിക്കുള്ളൂ. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് മസാല ഒക്കെ പിടിപ്പിച്ചതിന് ശേഷമാണ് ഇനി വേവിക്കാൻ വേണ്ടി വെച്ചെടുക്കുന്നത്. ബീഫ് വെന്ത് വന്നതിൻ്റെ ശേഷം ഞാനിതന്നെ അത് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഒരു 2 സ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ 2 സാധനം മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. വേറെ എന്തെങ്കിലും നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് കേടുവരും കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെന്ത് വന്നിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളത് എത്ര ആയാലും നമ്മളത് വേവാൻ വേണ്ടി വെക്കുമ്പോൾ അതിൽ നിന്ന് ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ബീഫിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഊറ്റിങ്ങാണ്ട് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബീഫൊക്കെ. അങ്ങനെ നമ്മളിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നല്ല കുറേ നേരം വെച്ചിട്ടാണ് ഇതിങ്ങനെ ആക്കിയെടുക്കുക. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തയക്കലുണ്ട് ഇക്കാക്ക്. അപ്പോൾ അവർക്ക് അവിടെ ഇനിയിപ്പോൾ വേറെ ആരുടെയെങ്കിലും കൊടുത്തയക്കണമെങ്കിൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർക്ക് കിട്ടത്. അപ്പോൾ ഏത് സമയത്ത് കിട്ടിയാലും അത് കേടുവരാത്ത രീതിക്ക് ആക്കിയിട്ടാണ് നമ്മൾ കൊടുത്തയക്കുക. പിന്നെ ഞാൻ ആദ്യം
പെരുംജീരകം ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കലില്ല. പെരുംജീരകവും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കൽ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് ബീഫ്. നമ്മൾ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, മീറ്റ് മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബീഫ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ എല്ലാതും അതിൽ പിടിക്കാനുള്ള മസാലകളൊക്കെ നമ്മളതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി തക്കാളി അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ല എന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ ബീഫ് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി കൊടുക്കലുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോമ്പ് പറഞ്ഞ കാര്യമായിട്ട് ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെയാണ് കഴിക്കൽ. വെള്ളങ്ങൾ ഫ്രൂട്ട്സുകളൊക്കെയാണ് എനിക്കിഷ്ടമുള്ളത്. ഞാൻ അങ്ങനെ എന്തുണ്ടാക്കിയാലും അത് കുറച്ചേ ഞാൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് എനിക്കൊരു ക്ഷീണത്തിനും ദാഹമൊക്കെ കുറയാനൊക്കെ എനിക്കിഷ്ടം. അപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഇറങ്ങണ്ടല്ലോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നേരിട്ട് കുറച്ച് ഫ്രൂട്ട്സുകൾ ഇല്ലാത്തത് നോക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ എടുത്തു വെച്ചു ഞാൻ. പിന്നെ നമ്മൾ ഇങ്ങനെ പാക്കിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വള ദിവസം എല്ലാവർക്കും അങ്ങനെ തന്നെ നല്ല ധൃതിയായിരിക്കില്ല, അവർക്കൊരു ഓട്ടപ്പാച്ചിലായിരിക്കും അത് ഇതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിത് പാക്കിങ് ചെയ്യുന്നുണ്ട്. കുറേ സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകലാണ്. അവിടെ ഉള്ളത് വാങ്ങുന്നത് ഇഷ്ടമല്ല കേട്ടോ, കടയിലുള്ളതൊന്നും ഇഷ്ടമല്ല. നമ്മൾ ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോയിട്ടും കൊടുത്തയച്ചിട്ടൊക്കെ ശീലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള മല്ലി, മുളക്, വെളിച്ചെണ്ണ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒക്കെ എടുത്തിട്ട് പാക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ ബീഫ് ഒന്ന് പൊതിയാൻ വേണ്ടിയിട്ട് കുറച്ച് വാഴയില വെട്ടിയെടുക്കാൻ പോവുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് നമ്മൾ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറുമാണ്. പിന്നെ പറയില്ല, കേട് വരാനുള്ള ചാൻസും ഇല്ല. അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ കൊടുത്തേക്കലാട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ്. റൂമിൽ കുറച്ച് പേരുണ്ട്, ഇവർ ഈ പോകുന്നവർക്കല്ലല്ലോ, അവിടെ റൂമിലിരിക്കുന്നവർക്ക് കിട്ടാനാണ്. അവർക്ക് ഇതൊക്കെ നാട്ടിൽ നിന്ന് എത്തുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനിങ്ങനെ ബീഫ് ഉണ്ടാക്കി കൊടുത്തയച്ചാൽ നല്ല ഇഷ്ടമുള്ള 1-2 പേര് അവിടെ ഉണ്ട്. അപ്പോൾ അവർ എപ്പോഴും നാട്ടിൽ വരണമെങ്കിലും പറയിക്കാനുണ്ട് ബീഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ആ വാഴയിലൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി വാഴയിലൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീഫ് നല്ല ഡ്രൈ ആയിട്ട് നല്ലൊരു കറുപ്പ് കളറുമൊക്കെ എത്തുമല്ലോ, ആ ഒരു സമയം വരെ നമുക്ക് ആ ബീഫ് ഡ്രൈ ആക്കി എടുക്കാം. എന്ന് കരുതി ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു കറക്റ്റ് അളവിനനുസരിച്ച് നമ്മളത് ആക്കിയെടുക്കണം. വാഴയില അങ്ങനെ കറക്റ്റിന് ഇങ്ങനെ നമ്മൾ വാട്ടിയെടുത്താൽ മതി. ഇങ്ങനെ ഒരു കരിയാത്ത രീതിയിൽ, എന്നാൽ നന്നായിട്ട് വാടി കിട്ടുകയും വേണം. അങ്ങനെ സിമ്മിലിട്ടിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ അങ്ങനെ ആക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വാഴയില റെഡിയായി കിട്ടും. വാഴയിലയിൽ നമ്മൾ പൊതിച്ചോറുണ്ടാക്കി കൊണ്ടുപോയിട്ട് എവിടെയും കൊണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്ത് ചെയ്യണമെങ്കിലും വാഴയില ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വാഴയില ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഉണ്ടാക്കിയിട്ട് നല്ല തണുത്തതിന് ശേഷം വേണം നമ്മളിങ്ങനെ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടോട് കൂടി ഒരിക്കലും ബീഫ് പൊതിഞ്ഞിട്ട് നമ്മൾ കൊടുത്തേക്കാൻ പാടില്ല. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീഫ് കേടുവരും. നമ്മൾ ഉണ്ടാക്കിയിട്ട് നല്ല തണുത്തതിന് ശേഷം ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ കൊടുത്തയച്ചാൽ ഒരു ആഴ്ച വരെ ആ ബീഫിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, നല്ല പോലെ ഇരിക്കും. അങ്ങനെ നമ്മൾ അതൊക്കെ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് പിന്നെ കവറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ടേപ്പായിട്ട് ചുറ്റിക്കാണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ ബീഫ് അവിടെ റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ അതൊക്കെ നമ്മൾ ഓരോന്നായി ചെയ്യുന്നുണ്ട്. ഇന്ന് എല്ലാ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകലാണ് ചെയ്യലുണ്ട്. നമുക്ക് അവിടുന്ന് സാധനങ്ങൾ നമ്മളെ നാടൻ കാര്യങ്ങളൊക്കെ അരിപ്പൊടിയൊക്കെ കൊണ്ടുവന്ന് കരുതിയതായിരുന്നു. പക്ഷേ അരിപ്പൊടി കൊണ്ടുപോകാൻ മറന്നുപോയി. അങ്ങനെ പോയതിൻ്റെ ശേഷം എന്നോട് പറയുന്നുണ്ട് അരിപ്പൊടി ഞാൻ എടുക്കാൻ മറന്നു എന്നുള്ളത്. ദോശയൊക്കെ ചുടാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ നിന്നുള്ള പൊടിനെക്കാട്ടി ഏറ്റവും ബെറ്റർ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുക തന്നെയാണ്. പിന്നെ മുളക് പൊടി ഞാനിതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, വെളിച്ചെണ്ണ അങ്ങനെയുള്ളതൊക്കെ രാവിലെ ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കൂടി ഞാൻ റാപ്പ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം അവർ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ, അത് ചക്കയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇവിടെ ഒരു നല്ല ടേസ്റ്റുള്ളൊരു ചക്ക ഉണ്ട്, നല്ല മധുരമുള്ളൊരു ചക്ക ഉണ്ട്. നമ്മൾ തേൻവരിക്ക ചക്കൻ്റെ അതേ ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ അത് ഈ ഒരു സമയമാണല്ലോ, ചക്കൻ്റെ ഒരു സമയമാണ്. അപ്പോൾ അവർ റൂമിലുള്ളവരെല്ലാവരും എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ചക്കയും ബീഫുമാണ് പറയില്ല കേട്ടോ. അങ്ങനെ ചക്ക ഈ ഒരു സമയത്ത് നോമ്പിന് ആദ്യമായിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ വീടിരുന്നതിന് ശേഷം ഇവിടെ വരുന്നത്. അങ്ങനെ 2 ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു.
വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ടാണ് ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത്. കാരണം ഈ ചക്കൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇതിൽ വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് പൊട്ടും എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. 2 ചക്ക വലുത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഈ ചക്ക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയത് ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ചുള മാത്രം എടുത്തിട്ട് കവറിലാക്കിയിട്ട് പൊതിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷേ ആ ചക്ക അവിടെ എത്തിയപ്പോഴേക്കും കേടായിട്ടാണ്, കഴിക്കാൻ പറ്റാത്ത രീതിക്കായിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചക്ക മുഴുവനായിട്ട് അങ്ങനെ ഉണ്ട് ബോക്സിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കേട് വരണ്ടല്ലോ എന്ന് കേട്ടിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കൊണ്ടുപോകുന്നത് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പോൾ അത് കേട് വരാത്ത രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു ഇപ്രാവശ്യം കാർഡ്ബോർഡ് ബോക്സിൽ വലിയൊരു ബോക്സ് വാങ്ങി അതിൽ 2 ചക്ക അതുപോലെ മുഴുവനായിട്ട് ഇറക്കി വെക്കാമെന്ന് പറഞ്ഞു എന്നോട്. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ ഏത് രീതിക്ക് കൊണ്ടാലും കേട് വന്നാലോ എന്ന് കേട്ടിട്ട് അങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പെട്ടി കെട്ടലും വൈകുന്നേരം ഒരു അസറിൻ്റെ സമയത്തേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ലാതെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുവരെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.